ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതാക്കി എരിഞ്ഞിട്ടുള്ള സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയും കൂടെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആ ഒരു കൂന്തലിൻ്റെ ചിറകും അതുപോലെ തന്നെ ആ ഒരു തലഭാഗമൊക്കെ കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു കൂന്തളൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വലിയ ജീരകപ്പൊടി, ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളകും പൊടിയൊക്കെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമുളകൊന്ന് മാറി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരമുറി തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൂന്തളിൽ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കൂന്തളൊക്കെ ഒന്ന് എടുത്ത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് ആവശ്യത്തിന് നിറച്ച് കൊടുക്കാം. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കൂന്തളിൽ ഫുള്ളായിട്ടൊന്ന് ഫില്ലിങ്ങൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടൊന്ന് കുത്തി കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ആദ്യത്തെ കൂന്തൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ കൂന്തലും തന്നെ ഇവിടെ ഇതുപോലെ ഫില്ലിങ്ങൊക്കെ നിറച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ കൂന്തലും വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂന്തളൊക്കെ ഒന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാനിവിടെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു കൂന്തൽ ഇതിൽ വെച്ചിട്ട് 2 ഭാഗവും നമുക്കൊന്ന് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാനും ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂന്തലൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.